ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം മരുമോള് ഗർഭിണിയാണെന്ന് അറിയുമ്പോ അമ്മായിയമ്മയ്ക്ക് ഒരു സ്നേഹം വേണ്ടേ, ഒരു ഉത്തരവാദിത്വം വേണ്ടേ? അവളെ ഒന്ന് ശുശ്രൂഷിക്കണമെന്ന് തോന്നുന്നുണ്ടേ. നോക്ക് സുകുമാരിയമ്മേ, എന്റെ മോൻ പാവാ. അവന്റെ ജീവിതം നിങ്ങൾ ഇങ്ങനെ പന്താടി കളിക്കരുത്. എന്തിനാ ഇല്ലാ കഥകൾ പറഞ്ഞ് അവനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇല്ല കഥയോ? മോളെ ഇഞ്ഞു വാ. അപ്പോ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാ? അതിനെ തേടി ഞാൻ എവിടെയാ പോകേണ്ടത്? പത്മിനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവളെയും കൊണ്ട് ഒരു ഡോക്ടർ അടുത്തേക്ക് പോ. എന്നിട്ട് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എന്നിട്ട് കാര്യം എന്താണെന്ന് തീരുമാനിച്ചാ മതി. അതിനൊന്നും ഞാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാനോ പരമേശ്വരേട്ടനോ സംസാരിച്ചാൽ പോലും അവന് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്തവനാ വരുൺ. ഒരു കാര്യമില്ലാതെ അവനെ പ്രകോപിപ്പിക്കാൻ നിന്നാ അവൻ എന്തേലും ചെയ്യും. അത് കഴിഞ്ഞ് അവൻ ജയിലിലേക്കും പോവും. ഓ, അപ്പോ നിനക്ക് നിന്റെ മോന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവര് ജീവിക്കുകയോ ചാവുകയോ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ. എന്നാ കേട്ടോ, എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യമാ പ്രധാനം. മാനസിക നില തെറ്റിയ ഇവള് കയ്യിൽ ഒരു കൊച്ചുമായിട്ട് തെരുവ് തെണ്ടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇവളെ നോക്കാനും സംരക്ഷിക്കാനും ഇവിടെ ഉള്ളവർക്ക് പറ്റില്ലെങ്കിൽ പത്മിനി പറ, ഞാനിപ്പ ഇറങ്ങാം. പക്ഷേ 15 മിനിറ്റ് അതിനുള്ളിൽ ഇവിടെ പോലീസ് വരും. അയ്യോ എന്റെ അമ്മേ, സ്ത്രീ പീഡനത്തിന്റെ കാര്യത്തിൽ പോലീസ് വന്നാലേ ഇത്ര ഫാസ്റ്റ് ആണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇതിന്റെ പേരിൽ പ്രിയങ്കയെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വരുണിനെ പോലീസ് പിടിച്ചോണ്ട് പോയാ പിന്നെ അവൻ പുറത്തിറങ്ങില്ല. ശരിയായിട്ടത്തി, വരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന കാഴ്ച ഏട്ടത്തിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? വരുണിന് ശിക്ഷ വിധിക്കുന്ന കോടതി പോയി നിൽക്കാൻ പറ്റുമോ? ജയിലിൽ ചെന്ന് ഏട്ടത്തിക്ക് അവനെ കാണാനുള്ള ധൈര്യം കിട്ടുമോ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങള്? ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഉടനെ അതിന്റെ കൂടെ അങ്ങ് കൂടിക്കോളും. ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞതിന്റെയോ കഴിച്ചതിന്റെയോ എന്തെങ്കിലും കൂറുണ്ടോ നിങ്ങൾക്ക്? കഷ്ടമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. മോളിഞ്ഞു വന്നേ. ആ, ഇവിടെ ഇരിക്കെ, ഇവിടെ ഇരിക്കെ. ഇനി മുതൽ ഓടാനും ചാടാനും ഒന്നും പാടില്ല കേട്ടോ. മോളുടെ വയറ്റിലെ ഒരു കുഞ്ഞുവാവ ഉള്ളതല്ലേ. കുഞ്ഞുവാവ വേണ്ടേ മോക്ക്? ആ, അപ്പൊ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കണം കേട്ടോ. മുത്തശ്ശി മോക്ക് ഭക്ഷണം എടുത്തോണ്ട് വരാം കേട്ടോ. ആ പത്മിനി, പാലുണ്ടോ ഇവിടെ? ബൂസ്റ്റ് ഉണ്ടോ? പിന്നെ ഗർഭിണികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുറുക്കൊക്കെ കൊടുക്കണം. ഇതൊക്കെ എവിടെയാ ഇരിക്കുന്നതെന്ന് പറ. എന്റെ പത്മിനി, ദാരിദ്ര്യമുള്ള വീട്ടിൽ പോലും ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞ അതിന് കൃത്യമായി നല്ല ഭക്ഷണം കൊടുക്കും. എന്നിട്ടാണോ ഈ കണിമംഗലത്ത് ഇങ്ങനെ?